സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ മീൻ വളർത്തുന്നതിൻ്റെ സ്ഥലത്താണ്. യുവകർഷക അഗ്രോ ഫാമിൻ്റെ മീൻ വളർത്തുന്ന സ്ഥലമാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നമ്മളെ സത്താർ പറഞ്ഞു തരും. അപ്പോൾ സത്താറിനോട് അതിൻ്റെ സംശയം കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇത് എങ്ങനെ വളർത്തി വലുതാക്കിയ കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് പറഞ്ഞു തരും. യുവകർഷക അഗ്രോ ഫാമിൻ്റെ കീഴിലാണ് എനിക്ക് കുട്ടികളും ഇതൊക്കെ വന്നത്. അത് സുനിൽ എന്ന് പറയുന്ന ആളാണ് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്യണതും നോക്കുന്നതൊക്കെ സുനിൽ തന്നെയാണ്. ഞാനൊരു 8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ആദ്യത്തെ ഒരു വർഷം സുനിലിനെ കൊണ്ടിട്ടു, സുനിലിട്ടു. പിന്നെ 2ാം വർഷം ഞാൻ ആലോചിച്ചപ്പോൾ കുഞ്ഞിനൊക്കെ 1 രൂപ 2 രൂപ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് വേറെ വഴിക്ക് കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടു. പക്ഷേ അതെനിക്ക് ഫെയിലിയറായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ വീണ്ടും സുനിലിനെ തന്നെ വിളിച്ചു. ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 7 വർഷമായിട്ട് സുനിൽ തന്നെ നോക്കണത്. അവന് കൊണ്ടുവരും, കുട്ടികളെ കൊണ്ടുവരും. ഞാനും അവരും നിൽക്കും. കുട്ടികളെ ഞാൻ തന്നെ എണ്ണി കുളത്തിൽ വിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ മാസം വിസിറ്റ് ചെയ്ത് അത് വന്ന് നോക്കി അതിന് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ, മരുന്നുണ്ടോ, കേടുണ്ടോ, എത്ര കണ്ട് തീറ്റ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞു തരും. ഓൻ്റെ കോച്ചിങ്ങിൽ ഞാനതെങ്ങനെ കൊണ്ടുവന്നൊരു 8 വർഷം ആയിട്ട് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിടിക്കാനാവുമ്പോഴും ഓൻ ആളെ കൊണ്ടുവരും. സൈസ് വേറെ തിരഞ്ഞ് മാക്സിമം വിലയായിട്ട് ഓൻ തന്നെ ആൾക്കാരെ വിറ്റ് തരും. പൈസയുടെ ഗ്യാരണ്ടി, എല്ലാത്തിൻ്റെ ഗ്യാരണ്ടി സുനിൽ തന്നെയാണ്. ഞാൻ കംപ്ലീറ്റ് ഓനെ ഏൽപ്പിക്കലാണ്. പിടിക്കണ സമയത്ത് പോലും ഞാൻ ഇവിടേക്ക് വരലില്ല. കംപ്ലീറ്റ് ഓനും എൻ്റെ അനിയനുമാണ് കൈകാര്യം ചെയ്യൽ. ഇതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏതാണോ തീറ്റ കിട്ടണേ അത്. പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ അത് കൊടുക്കും, പൂള കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കും. എന്താ കിട്ടണത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ. പെല്ലറ്റും വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് സമയം പെല്ലറ്റിടും, ആദ്യം കുറച്ച് പ്രായം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എന്താണോ ചിലവ് കുറഞ്ഞ രീതിയിൽ തവിട് കൊടുക്കും, പിണ്ണാക്ക് കൊടുക്കലുണ്ട്. നമ്മളിവിടെ മില്ലിലൊക്കെ ഏൽപ്പിച്ചിട്ട് പിണ്ണാക്ക് കിട്ടണം, അത് കൊടുക്കലുണ്ട്. എന്താണോ മീൻ തിന്നിന് ആ തീറ്റ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഇടുക, മീൻ വളർത്തുക. അങ്ങനെയാണ് ഞാനിത് വളർത്തി പോരുന്നത്. 8 വർഷമായിട്ട്. ഇത് കൂടാതെ വേറെ 2-3 കോറിയും കൂടി ഉണ്ട്. ആർക്കും ഈ മീൻ വളർത്തലായിട്ട് എന്താണോ അത് ലാഭത്തിൽ പോകണം, അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ സുനിലുമായിട്ട് ബന്ധപ്പെട്ടാലേ നടക്കൂ. കാരണം ഞാൻ ഒറ്റക്കും 2-3 വർഷം നോക്കിയതാണ്, അത് സാധിക്കണില്ല. അത് സാധിക്കാത്ത കാരണമാണ് ഞാൻ 2ാമത് സുനിലിനെ തന്നെ വിളിച്ചത്. പുള്ളി ഇതിലൊരു എക്സ്പേർട്ടാണ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കിപ്പോൾ ഇതിൽ അൽഹംദുലില്ലാ കുഴപ്പമില്ല, റാഹത്തായിട്ട് പോകുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ കാണേണ്ടത് വെച്ചാൽ കണ്ടോളി. അതാ പിടിച്ച് വലയിലിട്ട് വെക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി. ഈ വ്യക്തിനെയാണ് ഞാനിത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് നോക്കുന്നതും അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആൾ ഇയാളാണ്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. പുള്ളിയിലേക്ക് സംസാരിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പുള്ളി പറഞ്ഞു തരും. ഏതായാലും ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ബാക്കിയുള്ള എല്ലാ വീഡിയോകളും ഞങ്ങൾ വൈകാതെ തന്നെ ഈ വീഡിയോൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. വൈറ്റാ ഒരാൾ പിടിച്ചോളൂ. ഇതുകൂടി മാമല്ലേ ബാക്ക്ഗ്രൗണ്ട് മീൻ ഇടിക്കും.
നല്ല ലാഭകരമായി എങ്ങനെയാണ് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിഞ്ഞ കോരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ തരുന്നതാണ്. കണ്ടോളിട്ടില്ല, ഞങ്ങൾ മീനാണ് ഇതൊക്കെ കണ്ടോളി. 8 കിലോത്തിന്റെ മുകളിലുണ്ട്. എത്ര കിലോ എടുക്കേ? இது வந்து 6 கிலோக்கு முകളിல் வரும். എത്രയാ? 6க்கு மேல 6 കിലോത്തിന് മുകളിൽ. കണ്ടോളി മക്കളെ, മുത്തുമണികളെ കണ്ടോളി. 6 കിലോ, 7 കിലോ, 8 കിലോ വില. ഇതുപോലെ ഞങ്ങള് ഏത് കോഴിയും ഞങ്ങള് ചെറിയ മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് വളർത്തി വലുതാക്കി കുടിച്ച് ഞങ്ങൾ തന്നെ സെയിൽസ് ചെയ്ത് തരും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾ താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ട നമ്പറുമായി ബന്ധപ്പെടുക. അതെ അതെ, മീൻ പിടിച്ച് ഞങ്ങൾ പിടിച്ച് കച്ചവടമാക്കി തരും. ഇതൊക്കെയാണ് നമ്മളെ കണ്ടോളിയും. ഇതൊക്കെ സുമാര് 10 കിലോ ഉണ്ടാവും. 10 കിലോ എന്തായാലും ഉണ്ടാവും. ഇതുപോലെയുള്ള മീനാണ് ഞങ്ങള് പിന്നെ കോറിയില് ചെറിയ മക്കളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വളർത്തി വലുതാക്കി ഞങ്ങൾ തന്നെ പിടിച്ച് സെയിൽസ് ആക്കി തരും. അപ്പൊ കൂടുതൽ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ കോൾ ചെയ്യുക. അതെ, താഴെ നമ്പർ കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്പറുമായി ബന്ധപ്പെടുക. അപ്പൊ ഇതിപ്പോൾ നമ്മൾ 8 മാസം പ്രായ സാധനമാണ്. 8 മാസമാണ് ഇതിൽ വളർച്ച ടൈം മീനാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 കിലോ 9 കിലോ തൂക്കം വരും. 9 കിലോ സുമാർ 9 കിലോ തൂക്കം വരും. 8 മാസം പ്രായമായ മീനാണ്. 8 മാസം മുന്നേ ഞങ്ങൾ ചെറിയ മക്കളെ കൊണ്ടുവന്നിട്ട് ചെറിയ സൈസ് വളർത്തിനായിട്ട് അതുപോലെ തന്നെ ഏറ്റവും ലാഭകരമായ രീതിയിലാണ് ഞങ്ങൾ ഈ പിന്നെ മീനുകളൊക്കെ വളർത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോയിൽ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോയും കാര്യങ്ങളും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. ചെറിയ മക്കളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
ഇതൊക്കെ നല്ല ഇഷ്ടമുണ്ട് ഇതെന്തത് സുഹൃത്തുക്കളെ ഞങ്ങളെ മീനിന്റെ വലിപ്പമാണ് ഈ സൈസിലെ മീനുകളുണ്ട് ഇതിപ്പോ 8 മാസം കഴിഞ്ഞ മീനുകളാണ് ഇത്. അതുപോലെ തന്നെ 7 കിലോ 6 കിലോ 5 കിലോനൊക്കെ വരുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നമ്മള് പിന്നെ കൂടുതൽ ഇതിന്റെ കൂടുതൽ വീഡിയോ കാര്യങ്ങൾ അടുത്തതിൽ വരും.